അപ്പൊ ഇപ്പൊ ചാക്കോച്ചന്റെ സൗണ്ട് നന്നായി അനുകരിക്കുന്നു. അപ്പൊ ചാക്കോച്ചന് നിങ്ങൾക്ക് വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞാമോ? ഉണ്ടല്ലോ, അതായത് ദോസ്ത് എന്ന് പറഞ്ഞ സിനിമയില് മറ്റേ ജഗദീഷ് സാറിനോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, പിന്നെ ബിന്ദു പണിക്കർ അടുത്തോട് പറഞ്ഞ ഡയലോഗ് ഉണ്ട്. നിങ്ങൾക്കറിയില്ല ഒരു കൂട്ടുകാരൻ്റെ വില, ശ്രമിച്ച 10 കാമുമാരെ കിട്ടും, വേറെ ഭാര്യ കിട്ടും, പക്ഷെ നല്ലൊരു ഫ്രണ്ടിന് ഒരിക്കലും കിട്ടത്തില്ല, ഒരിക്കലും മാത്രം. അപ്പോൾ അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റാത്ത എന്തും നല്ലൊരു ഫ്രണ്ടിനോട് പറയാം, എന്തും പറയാം. ആ ഡയലോഗ് കറക്റ്റ് ഒരു ശരിക്കും ഉള്ളൊരു ഡയലോഗ് തന്നെയാണത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു സംഭവം. നമുക്കൊരു ഫ്രണ്ടിനെ ഒരിക്കലും കിട്ടത്തുള്ളൂ, പിന്നെ കിട്ടുന്ന ഫ്രണ്ട്സിനും അത്ര പോരാ. അപ്പൊ അതൊന്ന് നമുക്ക് വേണ്ടിട്ടൊന്ന് ചാക്കോച്ചന്റെ വോയിസിലൊന്ന് പറയാം. അത് ഇന്നത്തെ വോയിസിലോ അതോ ഇന്നത്തെ വോയിസ്? അതാകുമ്പോ നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ ഇന്നത്തെ വോയിസ് പറയാൻ ശ്രമിക്കാം. നിങ്ങൾക്കറിയില്ല നല്ലൊരു ഫ്രണ്ടിന്റെ വില, ശ്രമിച്ച 10 കാമ്യമാരെ കിട്ടും, വേറെ ഭാര്യ കിട്ടും, പക്ഷെ നല്ലൊരു ഫ്രണ്ടിനെ ഒരിക്കലേ കിട്ടുള്ളൂ, ഒരിക്കൽ മാത്രം. അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റാത്ത എന്തും നല്ലൊരു ഫ്രണ്ടിനോട് പറയാം, എന്തും പറയാം. അപ്പോ ഞാനൊരു ചെറിയൊരു ടാസ്ക് കൂടി തന്നാലോ ഒന്നാലേക്ക്. ഇപ്പൊ ശരിക്കും ആ ഒരു ക്യാരക്ടർ പറയുന്ന രീതിയിൽ സെയിം വോയിസ് മോഡുലേഷനിലാണല്ലോ പറഞ്ഞത്. ഇനി അത് നമുക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇച്ചിരി നമ്മുടെ ചാക്കോച്ചൻ എന്ന് പറയുമ്പോ തന്നെ റൊമാൻറ്റിക് ആണ്, പക്ഷെ ഈ ഒരു ഡയലോഗ് റൊമാൻറ്റിക് ആയിട്ട് പറയാൻ പറ്റുമോ നോക്കാവോ? ഞാൻ നോക്കാം, ശ്രമിച്ചു നോക്കാം. കറക്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ശ്രമിച്ചു. നിങ്ങൾക്കറിയില്ല നല്ലൊരു ഫ്രണ്ടിന്റെ വില, ശ്രമിച്ച 10 കാമ്യമാരെ കിട്ടും, വേറെ ഭാര്യ കിട്ടും, പക്ഷെ നല്ലൊരു ഫ്രണ്ടിനെ ഒരിക്കലേ കിട്ടത്തുള്ളൂ, ഒരിക്കൽ മാത്രം. അച്ഛനോടും അമ്മയോടും കൂടപ്പുറത്തിനോടും പറയാൻ പറ്റാത്തൊക്കെ നല്ലൊരു ഫ്രണ്ടിനോട് പറയാം, എന്തും പറയാം. കുഴപ്പമില്ല, കാരണം നമുക്ക് ഒബ്വിയസ്ലി ഇതൊരു ഇച്ചിരി സീരിയസ് ഇച്ചിരി കൂടി ഇമോഷണൽ ആയിട്ട് പറയാം, വിഷമിച്ച കരയുന്ന രീതിക്ക് പറയാൻ പറ്റാം. നമുക്കറിയില്ല നല്ലൊരു ഫ്രണ്ടിന്റെ വില, ശ്രമിച്ച 10 കാമ്യമാരെ കിട്ടും, വേറെ ഭാര്യ കിട്ടും, പക്ഷെ നല്ലൊരു ഫ്രണ്ടിനെ ഒരിക്കലേ കിട്ടുള്ളൂ, ഒരിക്കൽ മാത്രം. അച്ഛനോടും അമ്മയോടും കൂടപ്പുറപ്പിനോടും പറയാൻ പറ്റാത്തൊക്കെ നല്ലൊരു ഫ്രണ്ടിനോട് പറയാം, എന്തും പറയാം. ഇത് കറക്റ്റ് ആയിരുന്നു കേട്ടാ. എനിക്ക് ദേഷ്യത്തിൽ പറയാമോ? നിങ്ങൾക്കറിയില്ല നല്ലൊരു ഫ്രണ്ടിന്റെ വില, ശ്രമിച്ച 10 കാമ്യമാരെ കിട്ടും, വേറെ ഭാര്യ കിട്ടും, പക്ഷെ നല്ലൊരു ഫ്രണ്ടിനെ ഒരിക്കലേ കിട്ടുള്ളൂ, ഒരിക്കൽ മാത്രം. അച്ഛനോടും അമ്മയോടും കൂടപ്പുറപ്പിനും പറയാൻ പറ്റാത്തൊക്കെ നല്ലൊരു ഫ്രണ്ടിനോട് പറയാം, എന്തും പറയാം. കള്ളായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു സാഡ് ആയിട്ട് പറഞ്ഞത്, ശരിക്കും ഒരു ഫീല് വരുന്നുണ്ട്. പറഞ്ഞ എന്താ പറയാ, എന്നാലും സ്പോണ്ടേനിയസ് ആയിട്ട് പറയുമ്പോ ആ ഒരു ഇമോഷനിൽ പറയുന്ന ഇനി നമുക്ക് ഇച്ചിരി കൂടെ ഫണ്ണി ആക്കാം. ഈ ഒരു വേർഷൻ ഒന്ന് ചിരിച്ചിട്ട് പറയാവോ? ഡയലോഗ് ചിലപ്പോൾ ചെറിയ മാറ്റം വരും. നിങ്ങൾക്കറിയില്ല ഒരു ഫ്രണ്ടിന്റെ വില, ശ്രമിച്ച 10 കാമുകാരെ കിട്ടും, വേറെ ഭാര്യ കിട്ടും, പക്ഷെ നല്ലൊരു ഫ്രണ്ടിനെ ഒരിക്കലേ കിട്ടുള്ളൂ, ഒരിക്കൽ മാത്രം. അച്ഛനോടും അമ്മയോടും കൂടപ്പുറപ്പിനോടും പറയാൻ പറ്റാത്തൊക്കെ നല്ലൊരു ഫ്രണ്ടിനോട് പറയല്ലേ. കൊള്ളായിരുന്നു. അപ്പൊ ഇനി അടുത്തൊരു പണി എന്ന് പറയുന്നത്, പണി എന്ന് പറയുമ്പോ തന്നെ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ കുറച്ച് പേരെ അനുകരിക്കുന്നു പറയുന്നത്, അപ്പൊ അവരുടെ ഒക്കെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാവോ? ഓക്കെ, ചാക്കോച്ചൻ. ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചനാണ്. ഞാൻ ഇപ്പോൾ ഒരു ചെറിയ സിനിമയിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു നടനാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ചാരിറ്റി പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പോകുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനി അടുത്ത ഇനിയാണ് അങ്ങോട്ട് പ്രശ്നങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിനയ് ഫോർട്ടാണ്. എല്ലാവർക്കും അറിയാമല്ലേ, ഞാൻ ആ സിനിമ നടനാണ്. ഒരുപാട് സന്തോഷം. ഇങ്ങനെ പോകുന്നു. താങ്ക് യു. ഇനി ഷൈൻ ടോം ചാക്കോ വേണ്ട, അത് ഇപ്പൊ പുള്ളിയുടെ പപ്പയൊക്കെ മരിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ശരിയാണ്. സുരേഷ് കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സുരേഷ് കൃഷ്ണ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ സിനിമ നടനൊക്കെയാണ്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു. സുരേഷ് കൃഷ്ണയുടെ ഒരു അടിപൊളി ഡയലോഗ് ഉണ്ടല്ലോ, അതോട് പറയാമോ? ക്രിസ്ത്യൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ വക്കീലോട്ട് എത്തിയേക്കാം. അപ്പൊ പിന്നെ കാണാം. പിന്നെ നെക്സ്റ്റ് ആരും ചെയ്യാ? വിനായകൻ ശബ്ദം ഇപ്പൊ ഞാൻ ചെയ്ത് നോക്കാം, ശരിയാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് വിനായകനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സിനിമ നടനാണ്. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. താങ്ക് യു. വേറെ ആരെങ്കിലൊക്കെ ചെയ്ത് വെക്കാറുണ്ടോ? വേറെ ഒത്തിരി ശബ്ദങ്ങൾ ചെയ്യാറുണ്ട്, അത് ഞാൻ ആലോചിക്കട്ടെ. പിന്നെ നമ്മൾ വൈജുവിന്റെ ശബ്ദം ഞാൻ ചെയ്യും, പക്ഷെ അത് എന്താ ഒരു മര്യാദയൊക്കെ വേണ്ടേ. ഞാനാണ് വൈജു ആണ്. നിങ്ങൾ എന്റെ സിനിമ കാണത്തില്ല, മര്യാദയ്ക്ക് ഇതിനെ അടിച്ച തളയാൻ പൊട്ടിക്കും. എന്തോ ഒരു മര്യാദക്കൊക്കെ സംസാരിക്കും. ശരിയായിട്ടുണ്ടോ?
ഷെയ്നിങ്കം ചെയ്തിട്ടുണ്ടോ? ഷൈനത്തിന് ഞാൻ പഠിക്കുന്നോട് ചെയ്തിട്ടില്ല. ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത് ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ ഡയലോഗാണ്. ഡയലോഗ് നോക്ക്. ഇപ്പൊ ഈ കോഴിക്കോട് അങ്ങാടി ഇങ്ങനെ കടയല്ലേ ഇപ്പൊ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദുൽഖർ സൽമാനാണ്. എന്നെ സിനിമ കാണല്ലേ? അത്ര മതി. ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ വിജയുടെ ട്രൈ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല പഠിച്ചു വരുന്നുള്ളൂ. ഇങ്ങനെ വരുന്നു ഡയലോഗ്. തമിഴ് പഠിച്ചു വരുന്നു. തമിഴ് എനിക്ക് അറിയാം, പക്ഷെ ഡയലോഗുകളൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. പിന്നെ പിണറായി വിജയന്റെ ചെയ്യുന്നു. പിണറായി വിജയന്റെ വേണോ? അത് ഞാൻ പഠിക്കുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നന്ദി, നമസ്കാരം. പിന്നെ അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ മരിച്ചുപോയ ആൾക്കാരാണെങ്കിൽ ഞാനങ്ങ് ചെയ്തതാണ് അറിയുന്നത്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യുമ്പോഴും വീണ്ടും ആ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമല്ലേ. ഒരു നെഗറ്റീവായിട്ടല്ലേ നമ്മൾ പറയുന്നത്. അവരെ അനുകരിക്കുക, അവരുടെ ശബ്ദങ്ങൾ നമ്മൾ ആൾക്കാർക്ക് എത്തിച്ചെടുക്കുന്ന രീതിയിലല്ലേ. അപ്പൊ നല്ലൊരു കാര്യമല്ലേ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രണാമം പറഞ്ഞിട്ടാ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ പഞ്ഞിക്കിടും. അതാണ്. പിന്നെ ഉമ്മർ സാറിന്റെ ഒക്കെ പഴയ ശബ്ദങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലാരാണ്? ഉമ്മർ സാറാണോ? ഉമ്മർ സാർ. ഇപ്പൊ അത് പെട്ടെന്ന് പറയുമ്പോഴാണ് പ്രശ്നം. കുഴപ്പമില്ല. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഉമ്മർ. നിങ്ങൾ എല്ലാവരും എന്റെ സിനിമ കാണാം. ഈ പറയുന്ന ആൾക്കാര് വോയിസിൽ പാടാൻ നോക്കിയിട്ടുണ്ടോ? ചാക്കോച്ചൻ ശബ്ദത്തിൽ മാത്രമേ പാടിയിട്ടുള്ളൂ. ഒന്ന് പാടാവോ? ഓ പ്രിയ എന്നുള്ള പാട്ട്. ഞാൻ അഭിനയിച്ച സിനിമയിൽ ഒരു പാട്ട് പാടാം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയേ എൻ പ്രാണനിലുണരും ഗാനം. അത് ഞാൻ പാടി ശരിയാവത്തില്ല. നാസിർ പാടിയ പാട്ടാണ്. കുളമാവും. പക്ഷെ ആ ഒരു സംസാരിക്കുമ്പോൾ നമുക്ക് ചാക്കോച്ചന്റെ ആ ഒരു രീതിയെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലോണം. അതെന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് വോയിസ് ചെയ്താലും ഒരു പിടുത്തം വരും. ചാക്കോച്ചന് ഓൾറെഡി പിടുത്തമാണല്ലോ. അപ്പൊ ഞാൻ ഒരുപാട് മിമിക്രി ചെയ്യുന്ന ചേട്ടന്മാരോടും കൂട്ടുകാരോടൊക്കെ ചോദിക്കാം, അതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പക്ഷെ അതെനിക്ക് നമുക്ക് സങ്കടം ഉണ്ടായിട്ടുമുണ്ട്, അത് സന്തോഷമാണ്. എന്ത് ശബ്ദം ചെയ്താലും ഒടുവിൽ ഈ ശബ്ദത്തിലാണ് വന്ന് അവസാനിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മനീഷിന് ഇനിയും അവസരങ്ങൾ ഒരുപാട് ലഭിക്കട്ടെ. ഇപ്പൊ ഈ കഷ്ടപ്പെട്ട് ചെയ്ത് നോക്കുന്ന എല്ലാ വോയിസും അത് സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.